ഹായ് ചിൽഡ്രൻ, NM/MS പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ടീച്ചർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യം ഇതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ചോദ്യം നന്നായി വായിച്ചിട്ട് വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് കുറിച്ച് വയ്ക്കുക. ഈ ചോദ്യം നന്നായി വായിച്ചോളൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യം നന്നായി വായിക്കുക. ഈ ചോദ്യത്തിൽ വളരെ കൺഫ്യൂഷൻ കിടപ്പുണ്ട്. ഇതിൽ പറയുന്നത് എത്ര നമ്പേഴ്സിനെ കുറിച്ചാണ്, എത്ര സംഖ്യകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ് കാര്യമെങ്കിലും ഇതിൽ ചോദ്യം വായിച്ചാൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാനുള്ള സംഭവം കിടപ്പുണ്ട്. ഇനി പറയൂ, ഈ ചോദ്യത്തിൽ എത്ര നമ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്? ഒരു നമ്പറിനെ കുറിച്ചാണോ, രണ്ട് നമ്പറിനെ കുറിച്ചാണോ, മൂന്ന് നമ്പറുകളെ കുറിച്ചാണോ? ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കൂട്ടിക്കുഴഞ്ഞൊരു ചോദ്യമാണ്. ഇത് അറിയാവുന്ന കുട്ടിക്ക് പോലും ഒരു കൺഫ്യൂഷൻ വരും. ഇതിൽ യഥാർത്ഥത്തിൽ മൂന്ന് നമ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതാ ഒരു ചെറിയ നമ്പർ, അതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു നമ്പർ, അതിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു നമ്പർ. ഈ നമ്പറിനേക്കാൾ 20% കൂടുതലാണ് ഈ നമ്പർ. ഈ നമ്പറിനേക്കാൾ 50% കൂടുതലാണ് നമ്പർ. പക്ഷേ ചോദ്യത്തിൻ്റെ അവസാനം ഉത്തരം കണ്ടെത്തേണ്ടത് ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഈ നമ്പറിനേക്കാൾ വലുതാണ് എന്നൊരു ബന്ധം നമ്മൾ കണ്ടുപിടിച്ചു. എത്ര വലുതാണ്, എത്ര പെർസെൻറ്റിൽ ഉത്തരം പറയണം, എത്ര പെർസെൻറ്റിലാണ് ഇത് വലുത് എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 8th സ്റ്റാൻഡേർഡിൽ NMMS കുട്ടികളായതുകൊണ്ട് ഇതൊരു ഹയർ ലെവലിലാണെങ്കിൽ നമ്മൾ ബീജഗണിതത്തിലേക്കൊക്കെ പോകും. പക്ഷേ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. ബീജഗണിതത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളോടി പോകണം. പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഈ ചോദ്യം പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു വെരി സിമ്പിൾ ടെക്നിക്കാണ് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ 3 നമ്പറല്ലേ ഉള്ളത്. ആദ്യത്തെ നമ്പർ 100 ആണെന്നിരിക്കട്ടെ. ഇവിടുന്ന് ടീച്ചറെ 100, സാധാരണ ഈ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ പിള്ളേരുടെ ഒരു ചോദ്യമാണ്, ടീച്ചറെ ചോദ്യം ഇതാ, ഈ ചോദ്യത്തിൽ എവിടെ 100 പറയുന്നില്ലല്ലോ, എവിടുന്നാ ടീച്ചറെ 100? അതൊരറിയാത്ത നമ്പർ സംഖ്യയാണ്. അത് ഏതാണെന്നിരിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതാകട്ടെ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ പോരെ. ആണെന്ന് ഞാനങ്ങ് വിചാരിക്കുക. എനിക്കത് കണ്ടുപിടിക്കാൻ ഒരു വഴിയല്ല മാത്തമാറ്റിക്സിലുള്ളത്, പല വഴിയും. ആൻസർ കിട്ടാൻ വേണ്ടി ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഒരാൾ വിചാരിക്കുക ഞാൻ 50 ആണെന്നാണ് വിചാരിക്കുന്നത്. നോ പ്രോബ്ലം, ആൻസർ കിട്ടിയാൽ മതി. അപ്പം സൗകര്യത്തിന് 100ൽ കുറേ പൂജ്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ സംഖ്യകളാണല്ലോ എളുപ്പം. അപ്പം 100 ആണെന്നിരിക്കട്ടെ, ഇതാ ഈ നമ്പർ 100. ഇതിനേക്കാൾ 20% കൂടുതലാണിത്. ചില കുട്ടികൾക്ക് 20% എന്ന് പറഞ്ഞാൽ അത് 120 ആണ് എന്ന് പെട്ടെന്ന് പറയാനുള്ള ഒരു സ്കില്ല് നേടിയിട്ടുണ്ടാവും. പക്ഷെ ചിലർ ചെയ്തു നോക്കും, ഇതാ ഇതിൻ്റെ 20% കൂടി കൂടുതൽ, 100 × 20/100, അപ്പം 120. ഇനി ആരും അത് ചെയ്യാൻ നിൽക്കരുത്. 100 ആണ് ആദ്യത്തെ സംഖ്യയെങ്കിൽ 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ 120 ആണ്. നിങ്ങൾ ചെയ്ത് കൊണ്ടുവന്നാലും അത് തന്നെയാണ് കിട്ടുക. ഇനി ഇത് 50% കൂടുതലാണ്, അപ്പോൾ അത് 150. മനസ്സിലായില്ലേ? ഏതോ 3 സംഖ്യകളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്തു? ആദ്യത്തെ സംഖ്യ നീ 100, അപ്പോൾ 20% 120, 50% 150. ഇനി 100നെ കൊണ്ടുള്ള ഉപകാരമൊക്കെ കഴിഞ്ഞു. ഇനി ഇയാളെ കൊണ്ടൊരു ഉപകാരമുണ്ട്. ഇനി ഇവരെ വെച്ചിട്ടാണ് ആൻസറിലേക്ക് കിടക്കുന്നത്. ഇയാളുടെ അനിയനാണോ, ഇയാളുടെ ചേട്ടനാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഒരു ബന്ധം. ഇത് കൂടുതലാണോ? ഉറപ്പാണ് അല്ലേ? 50%. ഇവർ തമ്മിൽ കുറച്ച് കൂടുതലുണ്ട്. ഇവന് 120 ഉള്ളപ്പോൾ അവന് 150 ഉണ്ട്. പക്ഷെ 30 കൂടുതലാന്ന് പറഞ്ഞാലൊന്നും ആൻസറിലെത്തില്ല. എത്ര പെർസെൻറ്റ് കൂടുതലാണെന്ന് നമ്മൾ കൊടുക്കണം. ഇനി പെർസെൻറ്റേജ് കൂടുതലാവുന്നത് കണക്കാക്കാനുള്ള ആ ഒരു ടെക്നിക്ക് പല കുട്ടികൾക്കും അറിയില്ല. എൻ്റെ അനുഭവത്തിൽ പറയാം, എത്ര പെർസെൻറ്റ്, ഒരു സംഖ്യയുടെ എത്ര പെർസെൻറ്റ് മറ്റേ സംഖ്യ എന്ന് പറയുമ്പം ചിലർക്ക് ഒരു ഭാഗം അറിയാം. ബൈ ഇട്ടാൽ മതി ടീച്ചറെ, ബൈ ഇട്ടാൽ മതി, പെർസെൻറ്റ് പറയാം. ശരിയാ, അത് കറക്റ്റ് ആൻസറാണ്. ഒരു ബൈ ഇല്ലാതെ പെർസെൻറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ 120/150 പറയണോ,
150/120 പറയണോ? അത് നമ്മൾ തീരുമാനിക്കണം. അത് ചോദ്യത്തെ ആശ്രയിച്ചിരിക്കും. ഇവിടെ നമുക്ക് വേണ്ടത് 120/150 അപ്പോൾ നമുക്ക് ചെയ്യാൻ ആകെയുള്ള പണി ഇതേ ഉള്ളൂ, 120/150. ഇത് മതിയോ പെർസെൻറ്റ് പറയാൻ? ഇങ്ങനെ ബൈ ഇട്ടിട്ട് കട്ട് ചെയ്ത് ആൻസറൊക്കെ കണ്ടുപിടിച്ചാൽ ഉടനെ പെർസെൻ്റ് ആയോ? നോ നോ. ഇൻറ്റു 100 പെർസെൻറ്റ് കാണാൻ ഒരു ഇൻറ്റു 100 വേണം. അപ്പോൾ എന്തായി? 120/150 ഇൻറ്റു 100. ഇത് കട്ട് ചെയ്യാനൊന്നും ഇനി ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. ഇതിൻ്റെ ആൻസർ 80%. ഇത് ക്വസ്റ്റ്യൻ ആട്ടോ, 80%. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ, ലെങ്തി ആവരുത് വീഡിയോ. നമ്മൾക്ക് 3 സംഖ്യകളാണ് ഇതിലെ ഹീറോസ്. സംഖ്യകൾ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ബുദ്ധി പ്രയോഗിച്ചു. 100, 120, 150. അപ്പോൾ ടീച്ചറെ എവിടുന്ന ഈ 120 എഴുതാൻ എനിക്ക് എങ്ങനെ തോന്നും? 20% കൂടുതൽ 120, 50% കൂടുതൽ 150, 5% കൂടുതൽ 105. അങ്ങനെ അവിടെ എഴുതിക്കൊള്ളണം. ഇനി പെർസെൻ്റാണ് ആൻസർ. ഒരു സംഖ്യ ബൈ ഒരു സംഖ്യ എഴുതിയേ പറ്റൂ പെർസെൻറ്റിന്. അത് ചോദ്യം എത്ര കൂടുതലാണെന്നാണ്. എത്ര കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ കൂടുതലായ സംഖ്യയാണ് അടിയിൽ എഴുതേണ്ടത്. എത്ര കുറവാന്ന് പറയുകയാണെങ്കിൽ കുറവായ സംഖ്യയാവും അടിയിൽ എഴുതേണ്ടത്. അതിനൊരു പ്രായോഗിക നോളേജാണ്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മതി. ഡോണ്ട് വറി. പെർസെൻറ്റ് കണ്ടുപിടിക്കാൻ ആരും കൂടെ വേണം. ഇൻറ്റു 100 ഇല്ലാതെ പെർസെൻറ്റ് ഇല്ല കിട്ടും. ഇത് പിന്നെ കട്ട് ചെയ്യാനൊക്കെ എൻ്റെ മക്കൾ എടുക്കരാന്ന് എനിക്കറിയാം. സോ ദ ആൻസർ ഈസ് 80%. താങ്ക് യു.